നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികൾക്ക് വീണ്ടും വമ്പൻ തിരിച്ചടി. നേപ്പാൾ വഴിയുള്ള ഗൾഫ് യാത്രയും തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് പ്രവാസികൾ. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ഇന്ത്യക്കാർക്കുള്ള പ്രവേശനം അനുവദിക്കില്ലെന്ന് നേപ്പാൾ ഭരണകൂടം അറിയിച്ചു. മറ്റു രാജ്യത്തേക്ക് പ്രവേശിക്കുക എന്ന ഉദ്ദേശത്തോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ കൂട്ടത്തോടെ എത്തുന്നത് കോവിഡ് വ്യാപനത്തിന് കാരണമായേക്കാമെന്ന വിലയിരുത്തലിലാണ് നേപ്പാളും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. 14,000 ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായി ഇപ്പോൾ നേപ്പാളിൽ എത്തിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഗൾഫ് നാടുകൾ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതോടെ നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾ കൂട്ടത്തോടെയാണ് നേപ്പാൾ വഴി ഗൾഫിലേക്ക് കടക്കാൻ ശ്രമം തുടങ്ങിയത്. ഇതിനകം തന്നെ നേപ്പാളിൽ നിന്നും ഒമാൻ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിലേക്കും നിരവധി പ്രവാസികൾ എത്തിച്ചേരുകയും ചെയ്തു. അതിനിടെ UAE കൂടി ഇന്ത്യക്കാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ നേപ്പാൾ വഴി മടങ്ങാനായി ഒരുങ്ങിയത്. അതേസമയം നേപ്പാളിൻ്റെ നടപടി എയർ ബബിൾ കരാറിന് വിരുദ്ധമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. നേപ്പാളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ നേപ്പാളിൽ 2 ആഴ്ച ക്വാറന്റൈൻ പൂർത്തിയാക്കണമെന്ന് UAE നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നേപ്പാളിലുള്ള പ്രവാസികൾക്ക് ക്വാറന്റൈൻ കാലാവധിക്ക് ശേഷം ഗൾഫ് നാടുകളിലേക്ക് കടക്കാനാവും. നേപ്പാൾ വഴി ചെലവ് കുറഞ്ഞ യാത്രയ്ക്കും 14 ദിവസത്തെ ക്വാറന്റൈനും ചെലവ് ചുരുങ്ങുമെന്നതാണ് നേപ്പാളിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹി വഴി കാഠ്മണ്ഡുവിലേക്ക് എത്താൻ 10,000 മുതൽ 14,000 വരെ ആയിരുന്നു വിമാന ടിക്കറ്റ് നിരക്ക്. 14 ദിവസത്തെ ക്വാറന്റൈൻ പാക്കേജിന് 15,000 മുതൽ 20,000 വരെയുള്ള ചെറിയ നിരക്ക് ഉൾപ്പെടെയായിരുന്നു ആദ്യം. എന്നാൽ യാത്രക്കാർ വർദ്ധിച്ചതോടെ ടിക്കറ്റിനും ക്വാറന്റൈനുമായി ഹോട്ടൽ പാക്കേജുകൾക്കും തുക വർദ്ധിച്ചു. മാലിദ്വീപ് വഴി യാത്രയ്ക്കും ക്വാറന്റൈനും 1 ലക്ഷത്തിന് മുകളിലാണ് ചിലവ്. ഇതും വർദ്ധിച്ചിട്ടുണ്ട്. മാലിദ്വീപിൽ ഏറെ ദൂരത്തുള്ള ദ്വീപുകളിലാണ് ഇപ്പോൾ ക്വാറന്റൈൻ ഒരുക്കുന്നത്. ഇത് 1.5 ലക്ഷത്തോളമാണ് ഒരാൾക്ക് ചിലവാവുക. ഏതായാലും പുതിയ തീരുമാനം പ്രവാസികൾക്കിടയിൽ ആശങ്ക നിറച്ചിരിക്കുകയാണ്.